അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് സുഹൃത്തുക്കളെ, സുഖമല്ലേ? ജിദ്ദയിൽ നിന്ന് മഷ്റഫാണ്. ഈ വീഡിയോ എൻ്റെ ഉമ്മമാരും ബാപ്പമാരും അതുപോലെ തന്നെ സഹോദരന്മാരും എല്ലാവരും ഇത് കേൾക്കണം കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ കല്യാണാലോചന വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിക്കാഹ് ഒന്ന് കഴിയും. കുട്ടിയുടെ നിക്കാഹ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താക്കും, വീട്ടുകാർ പറയും നിക്കാഹ് കഴിഞ്ഞാൽ അത് അവൻ്റെ പെണ്ണല്ലേ എന്ന് പറഞ്ഞുങ്ങാണ്ട് പിന്നെ അവന് ഓളെ കൂട്ടി കറങ്ങാൻ തുടങ്ങും. കറങ്ങും, എവിടെ വേണമെങ്കിലും കറങ്ങും, തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കും, കറങ്ങും, വീട്ടിൽ കൊണ്ടാക്കും. ഒരു പ്രവാസിയൊക്കെ ഒരു ലീവിന് പോയി കഴിഞ്ഞാൽ അവന് കല്യാണത്തിന് പെണ്ണ് കണ്ട് നിക്കാഹ് കഴിഞ്ഞിട്ടാണ് വരിക. കല്യാണം പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ചില മാതാപിതാക്കൾ വിചാരിക്കും ഓന് ഗൾഫിലേക്ക് പോകുന്നതല്ലേ, ഓൻ്റെ ഭാര്യയല്ലേ, കൂട്ടി കറങ്ങിക്കോട്ടെ എന്ന്. പക്ഷെ കറങ്ങി അവൻ്റെ ആവശ്യങ്ങളൊക്കെ തീർന്നിട്ട് പെണ്ണെ തിരിച്ച് വീട്ടിലാക്കിയിട്ട് ഓൻ പ്രവാസ ലോകത്തേക്ക് വന്നിട്ട് പിന്നെ എനിക്ക് ഭാര്യനെ വേണ്ട എന്ന് പറയുന്നില്ലേ, അതിന് കാരണക്കാരൻ ഓരോ രക്ഷിതാക്കളുമാണ്. അതുകൊണ്ട് എൻ്റെ രക്ഷിതാക്കളോടൊക്കെ പറയാനുള്ളത്, കല്യാണം കഴിഞ്ഞ് 4 ആളെ വിളിച്ച് ഭക്ഷണം കഴിച്ചു അവൻ്റെ വീട്ടിലേക്ക് ഓളെ കൂട്ടി കൊണ്ടുപോകുന്നത് വരെ, ആ പെണ്ണിനെ കൂട്ടി അവൻ്റെ വീട്ടിലേക്ക് പോകുന്നത് വരെ ഒരിക്കലും നിങ്ങളെന്താക്കാൻ പാടില്ല, കറങ്ങാൻ വിടരുത്. കറങ്ങാൻ വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് സംഭവിക്കുക. പെണ്ണ് കറുപ്പാണ്, വെളുപ്പാണ്, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാനുള്ള ഒരു കാരണങ്ങൾ കണ്ടെത്തും. അപ്പോൾ നഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ മക്കളാണ്. അപ്പോൾ കല്യാണത്തിനൊക്കെ ആലോചനകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ 4 ആളെ വിളിച്ച് അതല്ലെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് വരെ ഒരു പെൺകുട്ടികളെയും അവൻ്റെ കൂടെ കറങ്ങാൻ വിടരുത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക.